ഞാൻ വിഷയത്തിലേക്ക് തിരികെ പോകട്ടെ, ദയവായി ശ്രദ്ധിക്കുക. ഈ ജഡ്ജി പറഞ്ഞു, ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എങ്കിലും ആ അസോസിയേഷനിൽ നിന്ന് ഡിസോഷിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള അവകാശം ഈ അസോസിയേഷനിലെ അംഗങ്ങൾക്കുണ്ട് എന്ന്. 1972 വരെയും നിന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി വിയോജിച്ച സഭയിൽ പിന്നീട് 2005 വരെയും എടുത്ത നിലപാടിന് സാധൂകരണം നൽകിക്കൊണ്ട് ഈ ജവഹർലാൽ ഗുപ്ത എന്ന ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നത്, ഒരു അസോസിയേഷനിൽ നിന്ന്, അതായത് 34 ഭരണഘടനയിൽ നിന്ന് ഡിസോഷിയേറ്റ് ചെയ്ത് സ്വയമായി മറ്റൊരു ഭരണഘടന ഉണ്ടാക്കി, 2002 ഭരണഘടന ഉണ്ടാക്കി പിരിഞ്ഞു പോകുവാനുള്ള അവകാശമുണ്ട് എന്ന കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ എന്തായിരുന്നു മനോഭാവം? എന്നാൽ ഈ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചതാണല്ലോ, എന്നത്തെ കോടതി വിധി വന്നിട്ടുണ്ട്, പാർട്ടിക്കാരെ ഡിസോഷിയേറ്റ് ചെയ്യേണ്ടവരെല്ലാരും കൂടെ നിങ്ങൾ അസോസിയേഷൻ ഉണ്ടാക്കി മാറിക്കോളാൻ. ഇപ്പൊ ഈ കോടതി വിധിയിൽ ആണയിട്ട് പറയുന്ന നമ്മുടെ മിലീത്തോസ് മെത്രാച്ചനോ അല്ലെങ്കിൽ അവിടെ നിരാഹാരം കിടക്കുന്ന ബാവായോ ആരും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് കാതോലിക്കോസ് ആയിരുന്ന മാത്യൂസ് ദിയൻ ബാവ ഒരു കാര്യം പറഞ്ഞു, അയ്യോ ഞാൻ മലങ്കര മെത്രാപ്പൊലീത്ത അല്ല എന്നൊരു കോടതി പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ അത് അംഗീകരിക്കുന്നത്? ഇത് തന്നെയായി ഇടവക്കാരും പറയുന്നതെന്നാ ഞാൻ പറയുന്നത്. കോലഞ്ചേരി പള്ളിക്കാർക്ക് ഇത് തന്നെയാ പറയാനുള്ളത്. ഈ പള്ളിയിൽ പ്രവേശിക്കാനും ആരാധന അർപ്പിക്കുവാനും ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് ഒരു ജില്ലാ കോടതിയിലെ ജഡ്ജിമെന്റ്, ഒരു ജഡ്ജി, ആ ജഡ്ജിമെന്റിന് അപ്പീൽ, ആ ജഡ്ജി പറഞ്ഞാൽ ഉടനെ ഈ പെരുവഴിയിൽ വന്ന് കിടന്ന് നിരാഹാരം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ശ്രീമാൻ എൽദോ പറഞ്ഞതുപോലെ, പ്രൊഫസർ പറഞ്ഞതുപോലെ കോടതി വിധികൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചാണ് അതിന്റെ കാര്യങ്ങൾ നടത്തേണ്ടത്. അത് വഴി കിടന്നല്ല. അത് ഇവിടെ ഇരിക്കുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നത് കോടതി വിധി സർക്കാരിനെ കൊണ്ട് ബലമായിട്ട് നടത്തിപ്പിക്കാനായിട്ടല്ല, നമ്മുടെ ആത്മീകമായ ആ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി. ഞാനിനി അടുത്ത ആ വിഷയത്തിലേക്ക് വരിക. ഒരു ഇടവകയിലെ ജനങ്ങളുടെ അവകാശമാണ് അവർ ഏത് വിശ്വാസത്തിന് വേണ്ടി സ്ഥാപിച്ചുവോ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന വൈദികരുടെയും മെത്രാപ്പൊലീത്തന്മാരുടെയും നേതൃത്വത്തിൽ ആരാധന നടത്തുക എന്നുള്ളത്. ഈ ഏറ്റവും അടിസ്ഥാനപരമായ ഈ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ കോടതി നടപ്പാക്കാനല്ല. കോടതി നടപ്പാക്കാൻ ഇങ്ങനത്തെ സംവിധാനം ഒന്നും ആവശ്യമില്ല. അതിനു വേണ്ടത് പ്രാഗൽഭ്യമുള്ള ഏതെങ്കിലും വക്കീലിനെ കാണുക, വക്കാലത്ത് കൊടുക്കുക, വിധിച്ച കോടതിയിൽ ഡിഗ്രിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുക, ആ ഡിഗ്രി വാങ്ങിച്ചു കഴിയുമ്പോൾ അവരിങ്ങോട്ട് വരേണ്ട കാര്യം പോലുമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആ ഡിഗ്രിയുമായിട്ട് വന്ന് നടപ്പിലാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കൊടുക്കും. അതിന് വന്നു പാവം വെറുതെ പെരുവഴിയിൽ കിടന്ന് പട്ടിണി കിടക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിന് ഉപവാസം എന്ന് പോലും പറയാൻ പറ്റുകയില്ല. കാരണം ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമാകുന്ന അവസ്ഥയാണ്. ഇത് ദൈവത്തോടൊപ്പമുള്ള അവസ്ഥയല്ല. നമ്മുടെ പ്രൊഫസർ പറഞ്ഞതുപോലെ അന്യായത്തോട് ചേർന്നുള്ള വാസമാണ്. ഇല്ലാത്ത കാര്യം നടപ്പിലാക്കി കിട്ടുവാൻ. ഇടവകയിലെ ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത്, ജില്ലാ കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത്, ഈ ഇടവകയിൽ 3000-ഓളം കുടുംബങ്ങളും 10,000-ഓളം ജനങ്ങളും ഉണ്ടെന്ന്. നിങ്ങൾക്ക് കേൾക്കണോ? ബാബാ തിരുമേനി ഇവിടെ ഇത് പറഞ്ഞു. ഇവര് പറയുന്ന 34 ഭരണഘടനയെ അംഗീകരിച്ച ആ യോഗത്തിൽ ഈ 10,000-ഓളം അംഗങ്ങളുണ്ടെന്ന് ഈ കോടതി പറയുന്ന ഈ ഇടവകയിലെ 200 ശിഷ്ടം ആളുകളാണ് പങ്കെടുത്തത്. എത്ര അപഹാസ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്നാ പറയുന്നത്. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ അവകാശത്തെ, ഭൂരിപക്ഷത്തിന്റെ അവകാശത്തെ ചവിട്ടി മെതിച്ചിട്ടല്ല കോടതി വിധി നടപ്പിലാക്കേണ്ടത്. കൈവശമുറപ്പിക്കേണ്ടത് ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, എനിക്ക് നിങ്ങളോട് ഈ ജഡ്ജ്മെന്റിൽ ഉദ്ധരിച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധിയിലെ 1-2
കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനായിട്ടുണ്ട്.